ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ റൂബി ഗ്രാസ് ചെടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടിനൊക്കെ നല്ല അടപ്പുണ്ട്, കാരണം 2-3 ദിവസമായിട്ട് നല്ല ജലദോഷമൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊന്നും ഇല്ലാണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള റൂബി ഗ്രാസ് ചെടിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയെക്കുറിച്ച് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, മിക്ക ആൾക്കാരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. പക്ഷേ ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടെങ്കിലും ഇത് പക്ഷേ നല്ല രീതിക്ക് നമ്മൾ എങ്ങനെയാണോ ഇത് നടുന്നത് അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ പല വീടുകളിലും ഇത് അങ്ങനെ ഒരു വെട്ടിയിടാണ്ടൊക്കെ അവർ വളർത്തിയെടുക്കുന്നുണ്ട്, പക്ഷെ അതൊരു ഭംഗി ഉണ്ടാവത്തില്ല. ഞാനും ഇത് ഇവിടെ നട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ ഇതുപോലെ വെട്ടിയിട്ട് വളർത്തണം എന്നൊക്കെ പറഞ്ഞാണ് വളർത്തിയേക്കുന്നത്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ കട്ടിങ് ഒക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് ഏതാണ്ടൊക്കെ അങ്ങ് വളർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് വെട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് വാലാകോല വളർന്നു പോകും. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇത് കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് വെട്ടിയിട്ട് കുറച്ചെടുത്ത് ഈ ഭാഗത്തൊക്കെ നട്ടു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ ഇതിൻ്റെ ചുറ്റിനും കുറേ ചെടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് മാറ്റണം. മഴയായപ്പോൾ ഞാൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തും ഒക്കെ സൈഡിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പോച്ചകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാൻ നമ്മുടെ 10 മണി ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് നല്ല തോരാത്ത മഴയൊക്കെ ആയപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് നശിച്ചു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ ചുറ്റിനിരിക്കുന്ന ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ നമ്മുടെ റൂബി ഗ്രാസ് ചെടിയെല്ലാം നല്ല വെട്ടി സെറ്റപ്പ് ആക്കി ഇടാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയാണ് നമ്മൾ വെട്ടിയൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. നല്ല രീതിക്ക് നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ ഇതുപോലെ വരിക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോക്കൊക്കെ നല്ലൊരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല രീതിക്ക് ഇതിന് വേണം കേട്ടോ. വെയിലുണ്ടെങ്കിൽ നല്ല ഒരു കാപ്പിപ്പൊടി ഷെയ്ഡ് കളറിൽ വരും. നല്ലൊരു നമ്മുടെ ഒരു മുന്തിരി വൈൻ കളറാണ് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ നമ്മുടെ ഈ ഒരു റൂബി ഗ്രാസ് ചെടി നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ചിങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും ഞാനത് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കായിട്ടാണ് ഞാൻ അല്പം ഒന്ന് വെട്ടാനൊന്ന് മാറിയത്, കാരണം എല്ലാം നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ സമയമായപ്പോഴത്തേക്കും ഞാൻ വെട്ടിയിടാനായിട്ടൊക്കെ അങ്ങ് മടിച്ചു പോയി ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വെട്ടിയിട്ട് ഇത് വേറെയും ഒരുപാട് സ്ഥലം ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ നടണമെന്ന് വിചാരിച്ചു. അപ്പം റോസിക്കുട്ടി ഇങ്ങനെ അതിനകത്തൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് റോസിക്കുട്ടി ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ചീത്തയാക്കി കളഞ്ഞു. കാരണം ഇതിൻ്റെ മുകളിൽ കൂടി രണ്ടാൾക്കും, റോസിക്കും ബ്ലാക്കിക്കും കൂടി കളിയുണ്ട് കേട്ടോ. അപ്പോൾ കളിക്കുന്ന നേരത്ത് ഇതിൻ്റെ കുറച്ച് സ്ഥലത്തുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും എടുത്ത് നട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ വീട്ടിലുമൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അവരും ഒക്കെ ഇതേപോലെ നട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗി. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൻ്റെ കയറി വരുന്ന ഭാഗത്തൊക്കെ വീണ്ടും ഇതിൽ നിന്ന് തന്നെ വെട്ടി നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെട്ടിയിടുമ്പോഴത്തേക്ക് ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1-2 ചെടികളാണ് കൊണ്ടുവന്ന് നട്ടത്. അപ്പോൾ കല്ലൂസും കൂടി എനിക്ക് സഹായിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കല്ലൂസാണ് സാധാരണ എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത്. അപ്പോൾ കല്ലൂസ് ഞാൻ വെട്ടിയിട്ടതിൻ്റെ മുകൾ ഭാഗമെല്ലാം പറക്കിയെടുക്കുകയാണ്. കാരണം ഇതെല്ലാം വേറൊരു സ്ഥലത്ത് നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനെടുത്ത് കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ നടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് ഒരു വാക്ക് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആരോ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു ഭംഗിയല്ല ഭംഗിയാണ് എന്ന്. പക്ഷേ എന്താണോ അതോ ഞാനങ്ങനെ പറയാൻ ശ്രമിക്കും, പക്ഷേ അറിയാണ്ട് ഫായേ വരുന്നുള്ളൂ കേട്ടോ. സോറി, എന്നോട് ക്ഷമിക്കണം. കുട്ടിക്കാലം മുതൽക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ സാധാരണ ഭംഗി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഒരു ഫായ എനിക്ക് കയറി വരുന്നത് കേട്ടോ. ഭംഗി എന്നുള്ളത് ചിലപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഭംഗിയുണ്ട് എന്ന് ഉള്ളത് പറഞ്ഞ് ശീലിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഞാനങ്ങനെ ഇവിടെ ഉള്ളതെല്ലാം സെറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ ഈ ഒരു അരേലിയ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിത് ഇവിടെ ഒരു തെങ്ങ് നിന്നതാണ്. ആ തെങ്ങ് സാധാരണ മുറിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ
ഞാൻ ഈ ഒരു അരേലിയ നട്ട് പിടിപ്പിച്ചു. കാണാനിപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കൊടം പോലെയാണ് വളരുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ്. പക്ഷേ ഇത് വളരാൻ കുറച്ച് താമസമാണെങ്കിലും വളർന്നു വരുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ഈ റൂബി ഗ്രാസ് കൂടി നട്ട് വെച്ചപ്പോഴത്തേക്കും കാണാനൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്. അപ്പോൾ അതും കുറച്ചൊന്ന് വെട്ടിയിടാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ സാധാരണ കുറച്ച് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ വെട്ടിയിട്ട് കൊടുക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള 2 ചെടികളാണ് കേട്ടോ ഈ അരേലിയും അതുപോലെ തന്നെയാണ് റൂബി ഗ്രാസും. മഴക്കാലമായപ്പോഴത്തേക്കും എൻ്റെ ചെടികളിലെല്ലാം ഒരു സൈസ് വണ്ട്, ഒരു സൈസ് പ്രാണികൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കയറിയിട്ട് ഇതിൻ്റെ ഈ റൂബി ഗ്രാസിൻ്റെ ഇലകൾ ഫുള്ളും തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തെങ്ങിൻ്റെ കുറ്റി നിൽക്കുന്ന ഭാഗത്തൊക്കെ ശരിക്കും നല്ല ബുഷിയായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ഇലകളെല്ലാം ആ ഒരു പ്രാണികൾ തിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ പുകയില കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ലായനി ഞാൻ ഇതിനകത്ത് തളിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും വണ്ടുകളെല്ലാം പോയി. ഇനി അവിടെ ഫുള്ളും അത് കിളിർത്ത് വരണം. കാരണം വണ്ടുകളെല്ലാം ഇത്രയും നാളും തിന്ന് എല്ലാം അങ്ങ് നശിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിക്കാൻ നല്ല രസമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ റൂബി ഗ്രാസ് ചെടി അതിനകത്ത് ഒരു പ്രത്യേക കളറിൽ ആണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുണ്ടായിട്ടുള്ള ചെടികളെല്ലാം ഞാൻ വെച്ചിരുന്ന ചെടികളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ സൈഡിലോട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മധ്യഭാഗത്തും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഉള്ള പോച്ചകളൊക്കെ പിച്ചി കളയണം. മധ്യഭാഗത്ത് ഞാൻ നമ്മുടെ പട്ടുമണി നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മഴയായപ്പോഴത്തേക്ക് നശിച്ചു പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് വെട്ടിയിട്ട് ബാലൻസുകളെല്ലാം ഞാൻ എടുത്ത് വെക്കുകയാണ്. കാരണം വേറൊരു സ്ഥലത്ത് നടാനായിട്ടാണ് ഇത് ഞാൻ കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം റൂബി ഗ്രാസ് ആണ്. അപ്പോൾ ഇനി കയറി വരുന്ന ഈ ഒരു ഭാഗത്തുകൂടി ഈ ഒരു റൂബി ഗ്രാസ് നടണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നട്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അത് നല്ലൊരു ചെടിയാണ്. ഈ കാണുന്നതൊക്കെ ഞാൻ ഇപ്പോൾ മഴയായപ്പം എടുത്ത് നട്ട ചെടികളാണ്. അതുമൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.